Good morning, all of you. പഠിച്ചോ ഇന്നലെ പഠിപ്പിച്ചതൊക്കെ? ചോദിക്കട്ടെ, എന്തൊക്കെ ഇന്നലെ പഠിപ്പിച്ചേ? പെട്ടെന്ന് പറഞ്ഞേ. അതറിയാം. (2024) ലോക ടൂറിസം ദിനത്തിന്റെ പ്രമേയം എന്താണ്? ടൂറിസവും സമാധാനവും. ദേശീയ സഞ്ചാര ദിനം ഏത് ദിവസമാണ് ആചരിക്കുന്നത്? ദേശീയ വിനോദസഞ്ചാര ദിനം ജനുവരി 24. വെരി ഗുഡ്. അതിന്റെ പ്രമേയം അറിയാവോ? സുസ്ഥിരമായ യാത്രകളും അനന്തമായ ഓർമ്മകളും, അല്ലെങ്കിൽ കാലാതീതമായ ഓർമ്മകളും. ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്ന ഏത് ദിവസമാണ്? ദേശീയമാണെങ്കിൽ ഡിസംബർ 24. ലോകമാണെങ്കിൽ എത്ര വരും? മാർച്ച് 15. ഉപഭോക്തൃ അവകാശ നിയമം 2019 നിലവിൽ വന്ന വർഷം? ജൂലൈ 20. ഏത് വർഷമാണ്? സോറി, പിന്നെ ആരാണ് ഇത് ലോക്സഭയിൽ പാസ്സാക്കിയത്? വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയത് ആരാണ്? കിരൺ റിജ്ജു. ഉപഭോക്തൃ കോടതിയിൽ ദേശീയമാണെങ്കിൽ എത്ര കോടിയിൽ കൂടുതലുള്ളതാണ് വരുന്നത്? 2 കോടിയിൽ കൂടുതലുള്ളത്. 2 കോടിക്കും 10 കോടി, സോറി, 10 കോടിക്കും ഇടയിൽ വരുന്ന അതിന്റെ ഫീസ് എത്ര മുതൽ എത്ര റേഞ്ച് വരെയാണ് വരുന്നത്? 3000 മുതൽ 7500 വരെയാണ്. എത്ര തരത്തിലുണ്ട് സ്റ്റേറ്റ് ലെവലിലെ ഫീസ്? 2000, 2500. 1 കോടിക്കും 2 കോടിക്കും ഇടയിലാണെങ്കിൽ എത്ര വരുന്നു? 2500. എത്ര ലക്ഷം വരെയാണ് ഫീസ് ഇല്ലാത്തത്? 5 ലക്ഷം വരെ. മാക്സിമം ഫീസ് ഓഫ് ജില്ലയുടെ എത്രയാ വരുന്നത്? 1000. 400 വരുന്നു. എന്തിൻ്റെതാണ്? 400.
10നും 20നും ഇടയിലാണെങ്കിൽ. ഓക്കെ, ഏതാണ് 200 രൂപ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്? ആദ്യത്തെ ഉപഭോക്തൃ തർക്ക പരിഹാരവുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ആരാ? ദേശീയ തലത്തിലെ വി ബാലകൃഷ്ണ അറഡി. ഇനി ദേശീയ തലത്തിലുള്ള കമ്മീഷന്റെ പ്രസിഡന്റിന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 ദിവസം. മെമ്പേഴ്സ് 67. ഓക്കെ, ഇപ്പൊ നമുക്ക് വേറെ അടുത്തത് പഠിക്കാം. അതൊന്നുകൂടെ റിവൈസ് ചെയ്തോണം കേട്ടോ. നിങ്ങൾക്കിപ്പോ എന്ത് തോന്നുന്നുണ്ട്? ഫീൽ പഠിക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ഒത്തിരി പഠിക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് ഫീൽ? ഒരുപാടുണ്ട് പഠിക്കാന്. അത് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും കൂടെ നോക്കുന്നതുകൊണ്ടാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വേറൊരു രീതിയിലല്ലേ പഠിക്കേണ്ടത്. അല്ലേലും ഉണ്ട്, പുതിയ SRT കൂടെ വരുമ്പോഴത്തേ തീരും. ഓക്കെ, ഇനി അതിനകത്ത് ഒരു ടോപ്പിക്കാണ് ഏതാ? വക്രതാ ദൂരം, ഫോക്കൽ ദൂരം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, വക്രതാ ദൂരം. അപ്പൊ വക്രതാ ദൂരം എപ്പോഴും എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. ഫോക്കൽ ദൂരം പകുതിയായിരിക്കും. ഫോക്കസ് എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പൊ എന്താണ് വരേണ്ടത്? വക്രതാ ദൂരം ഡബിൾ ആണ്, ഫോക്കൽ ദൂരം അതിന്റെ ഹാഫ് ആയിരിക്കും. ഫോക്കൽ ദൂരം തന്നാൽ വക്രതാ ദൂരം കണ്ടുപിടിക്കാൻ അതിന്റെ ഡബിൾ ആക്കണം. വക്രതാ ദൂരം തന്നു കഴിഞ്ഞാൽ ഫോക്കൽ ദൂരം കാണാൻ വേണ്ടിയിട്ട് പകുതിയാക്കണം. ഇതറിയാലോ എല്ലാവർക്കും. ഇനി നമുക്ക് ഇവിടെ കുറച്ച് അഡീഷണലി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കോൺകേവ് ദർപ്പണമാണെങ്കിൽ അത് ഈ ഒരു രീതിയിലായിരിക്കും ദർപ്പണത്തിനകത്ത് വരുന്നത്. കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ ഈ അകത്തേക്കായിരിക്കും ഈ സംഭവങ്ങൾ വരുന്നത്. ആ ഒരു ഡിഫറൻസ് അവിടെ നമുക്ക് ഉണ്ടായിരിക്കും. അതായത് ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോളത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. അതിന്റെ റിഫ്ലക്ഷന്റെ തലം ഗോളത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണമാണ് ഏത്? കോൺകേവ്, അകത്തേക്ക്. കേവ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തുവാ? അകത്തേക്ക്. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഏത്? കോൺവെക്സ് ദർപ്പണങ്ങൾ. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് കോൺവെക്സ്. ഓക്കെ, അപ്പൊ അത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി നമുക്ക് കുറച്ച് ടേംസ് പഠിക്കണം. വക്രതാ കേന്ദ്രം. ഇപ്രാവശ്യത്തെ LDC പരീക്ഷയ്ക്കകത്തൊക്കെ 1-2 പരീക്ഷകൾക്കകത്ത് ഈ പോയിന്റുകളൊക്കെ വന്നിട്ടുണ്ട്. തന്നെയുമല്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വക്രതാ കേന്ദ്രമുണ്ട്, വക്രതാ ആരമുണ്ട്, അപ്പാർച്ചർ ഉണ്ട്, പോളുണ്ട്, മുഖ്യാക്ഷമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ദർപ്പണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അതായത് സെന്റർ ഓഫ് കർവച്ചർ അഥവാ വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത് എന്തുവാ ശില്പ? ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രമാണ് ഏത്? വക്രതാ കേന്ദ്രം. അതായത് നമ്മളിപ്പം ഒരു ഗോളം എടുത്തു. അപ്പൊ ഇതിനകത്ത് ഏത് പോയിന്റ് ആണ് വക്രതാ കേന്ദ്രം? സി എന്ന് പറയുന്ന പോയിന്റ് ആണ് വക്രതാ കേന്ദ്രമായിട്ട്, ആ ഗോളത്തിന്റെ കേന്ദ്രമായിട്ട് വരുന്നത്. ഇനി വക്രതാ കേന്ദ്രത്തിൽ നിന്ന് ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിരിക്കും. നമ്മള് റേഡിയസ് എന്നൊക്കെ പറയത്തില്ലേ, ആരം എന്ന് പറയുന്ന സംഭവം,
ആ സംഭവം തന്നെയാണ് എല്ലാം എന്തായിരിക്കും, ലംബമായിരിക്കും. അതായത് അതൊരു ഗോളമായതുകൊണ്ട് എങ്ങോട്ടേക്ക് വരച്ചാലും തുല്യമായിരിക്കും. അതുപോലെ തന്നെ എന്തുമായിരിക്കും, ലംബവുമായിരിക്കും. അടുത്ത പോയിന്റ്, വക്രത ആരം, റേഡിയസ് ഓഫ് കർവച്ചർ. ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ ആരമാണ് ദർപ്പണത്തിന്റെ വക്രത ആരം. അതായത് നമ്മൾ ഒരു ഗോളത്തിനെ അതായത് ഒരു സ്പിയറിന്റെ സെന്റർ എന്ന് പറയത്തില്ലേ, അതിന് ഇവിടെ ദർപ്പണം വരുമ്പം അതിനെ എന്ത് പേര് വെച്ചങ്ങ് പറയുന്നു, വക്രതാ കേന്ദ്രം. ഇനി ഇങ്ങോട്ട് വരച്ചോട്ടെ, ഇങ്ങോട്ട് വരച്ചോട്ടെ, ഇങ്ങോട്ട് വരച്ചോട്ടെ, ഇതെല്ലാം ആ ദർപ്പണത്തിന്റെ ആരമാണ്. ദർപ്പണം ഉൾപ്പെടുന്ന ഗോളത്തിന്റെ ആരം, അതിനെയാണ് വക്രത ആരം എന്ന് പറഞ്ഞത്. ആ ദർപ്പണം ഉൾപ്പെടുന്ന ഗോളത്തിന്റെ ആരം. അതായത് നമ്മൾ ആരം എന്നും കേന്ദ്രം എന്നും പറഞ്ഞാൽ മതി, വക്രത എന്ന് ഓർത്തേച്ചാൽ മതി. പ്രത്യേകിച്ച് അവിടെ കാര്യമില്ല. നമ്മൾ വിചാരിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് നമ്മൾ കേന്ദ്രമെന്നും ആരമെന്നും ഓർത്തേച്ചാൽ മതി. ഇതിനെ കോമൺലി വിളിക്കുന്നത് വക്രത എന്നാണ്. ഓക്കെ. ഇപ്പൊ ഈ വക്രത ആരം കുറെ നേരം കൊണ്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ. അതായത് ഫോക്കസിനേക്കാൾ ഡബിൾ ആയിരിക്കും എപ്പോഴും എന്തെന്ന് പറയുന്നത്, വക്രത ദൂരം. മനസ്സിലായോ? അതായത് അത് മാത്രം ഓർത്ത് ആ വക്രതയെ മാത്രം നമ്മൾ ഇങ്ങോട്ട് പോകണം. അതിന്റെ കേന്ദ്രവും അതിന്റെ ആരവും പറഞ്ഞു. അവരെ 2 പോയിന്റ്സ് നമ്മൾക്ക് അവിടെ കഴിഞ്ഞു കിട്ടിയിട്ടുണ്ട്. വക്രതാ കേന്ദ്രവും കഴിഞ്ഞു, വക്രതാ ആരവും വരും. ആ കർവച്ചറിന്റെ അല്ലെങ്കിൽ ആ കേർവിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആ കേർവിന്റെ സെന്റർ, ഇത്രയുള്ളൂ അർത്ഥമാക്കുന്നത്. വളഞ്ഞിരിക്കുന്ന ഒരു രൂപത്തിന് അത്ര. വക്രതാ കേന്ദ്രത്തിന്റെ ദർപ്പണത്തിന്റെ പ്രതിപതന തലങ്ങളിലേക്കുള്ള അകലം വക്രത ആരമായിരിക്കും, നമ്മൾ മുമ്പേ പറഞ്ഞത്. ഇനി അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ എവിടേക്കാണോ റിഫ്ലക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രതിബിംബം അവിടെ റിഫ്ലക്ട് ചെയ്ത് കാണുന്നുണ്ട് അല്ലെ? ദർപ്പണത്തിന് മാത്രമേ ഈ റിഫ്ലക്ഷൻ വരത്തുള്ളൂ. അതേസമയം നമ്മൾ ലെൻസിൽ കൂടെ നോക്കുമ്പോൾ എന്ത്, ലെൻസ് എന്ന് പറഞ്ഞാൽ സുതാര്യമാണ്. ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്, അദാര്യമാണ്. അതിനകത്ത് അവിടെ ചെന്ന് നിൽക്കും, ആ റിഫ്ലക്ഷൻ അവിടെ കാണാൻ പറ്റും. ലെൻസിൽ എന്ന് പറഞ്ഞാൽ അതുകൂടെ കടന്നു പോകും. ഓക്കെ. അപ്പൊ എവിടാണോ റിഫ്ലക്ട് ചെയ്യുന്നത്, നമ്മളിപ്പം TV കാണുന്നു, നമ്മളിപ്പം മൊബൈൽ കാണുന്നു, ഇതെല്ലാം എന്താണ്, നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് പോലെ ഈ ദർപ്പണത്തിനകത്ത് എന്തുണ്ട്, ആ എവിടേക്കാണോ റിഫ്ലക്ട് ചെയ്യുന്നത് അതിന് പറയുന്ന പേരാണ് അപ്പേർച്ചർ. ഓക്കെ. ഇനി പോൾ എന്ന് പറയുന്ന സംഭവം എന്താണ്, ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു. അപ്പൊ അതായത് ഇവിടേക്ക് ഒരു സ്ക്രീൻ ആണ്, അതായത് ഈ സ്ക്രീനിലേക്കാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വെട്ടമടിച്ച ആ പിക്ചറിനെ അവിടേക്ക് പതിപ്പിച്ചതെന്ന് വിചാരിക്കുക. ഇതിന്റെ സെന്ററിന് പറയുന്ന പേരാണ് പോൾ. മനസ്സിലായോ പറഞ്ഞ കാര്യം? അതായത് ഈ പറയുന്ന കർവിന്റെ സെന്ററിനെ നമ്മൾ വക്രത കേന്ദ്രമെന്നും ഇതിനകത്തേക്കുള്ള റേഡിയസിനെ വക്രത ആരമെന്നും ഈ തലത്തിനെ നമ്മൾ അപ്പേർച്ചർ എന്നും അപ്പേർച്ചറിന്റെ സെന്ററിനെ പോൾ എന്നും പറയും. ഓക്കെ. അതായത് ഒന്നുകൂടെ പറയാം, നമ്മൾക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് സി എന്ന് പറഞ്ഞത് വക്രതാ കേന്ദ്രം, CB ആയിക്കോട്ടെ, CA ആയിക്കോട്ടെ, CP ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് തന്നെയാണ്, ആരമാണ്. ഓക്കെ. ഇനി ഈ പറയുന്ന എവിടേക്കാണോ ഈ റിഫ്ലക്ഷൻ വരുന്നത്, ഈ വര വന്നിട്ടില്ലേ, അത് അത്രയത്തിന് പറയുന്ന പേരെന്തുവാ, അപ്പേർച്ചർ. ഇനി ആ അപ്പേർച്ചറിന്റെ സെന്ററിന് പറയുന്ന പേരാ പോൾ. ഐഡിയ കിട്ടി? അഞ്ചെണ്ണവും കിട്ടുമല്ലോ. സെന്റർ എന്താണ്, ആരം എന്താണ്, എവിടേക്കാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, അതിന്റെ സെന്റർ എന്താണ്. അപ്പൊ വക്രത കേന്ദ്രം, വക്രത ആരം, അപ്പേർച്ചർ, പോള്, മുഖ്യ അക്ഷം, പ്രിൻസിപ്പൽ ആക്സിസ്. അതായത് വക്രത കേന്ദ്രം എന്ന് പറഞ്ഞാൽ ആ ഗ്ലോബിന്റെ സെന്ററിലേക്ക് വരണം. പോളും അറിയാലോ, അതായത് അപ്പേർച്ചറിന്റെ സെന്റർ.
അതായത് ആ വൃത്തത്തിന്റെ സെന്ററും പ്രതിപതന തലത്തിന്റെ സെന്ററും തമ്മിൽ കണക്ട് ചെയ്യുന്ന സംഭവമാണ് ഏത് സനു? മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? പ്രതിപതന തലത്തിന്റെ കേന്ദ്രവും വൃത്തത്തിന്റെ കേന്ദ്രവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബിന്ദു, ആ ഒരു സംഭവമാണ് ഏത്? മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മുമ്പേ ആരം എന്ന് പറഞ്ഞു. എന്നാലും ആ ഒരു ആരം എന്ന് പറയുന്ന സംഭവം എന്താ? പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. സിയും പിയും കൂടെ ഉള്ളതാണ് ഏത്? പ്രിൻസിപ്പൽ ആക്സിസ്. അതായത് റിഫ്ലക്ഷന്റെ സെന്ററും വൃത്തത്തിന്റെ സെന്ററും കൂടെ വരയ്ക്കുന്ന നേർരേഖയ്ക്ക് പറയുന്ന പേരാണ് ഏത്? പ്രിൻസിപ്പൽ ആക്സിസ്. ഇപ്പൊ അത്രയും 5 എണ്ണവും കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ് വക്രതാരം, എന്താണ് വക്രതാ കേന്ദ്രം, എന്താണ് അപ്പർച്ചർ, എന്താണ് പോള്, ഇനി മുഖ്യ അക്ഷം എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലയോ? ഇനി ഇതിന്റെ മുഖ്യ ഫോക്കസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിനു ശേഷം ദർപ്പണത്തിന്റെ മറുഭാഗത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു. ഈ ബിന്ദുവാണ് കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. ഇപ്പൊ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മൾ പഠിക്കുന്നത് എന്തുവാ? കോൺവെക്സ് ആണ്. കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് വളഞ്ഞതാണോ വെളിയിലേക്ക് പോകുന്നതാണോ? വെളിയിലേക്ക് തുറന്നിരിക്കുന്നതാണ് വെക്സ്. ഇനി കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന്റെ, മുഖ്യ അക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? അതായത് സിയും പിയും, അതാണ് മുഖ്യ അക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരം, അതായത് ഇങ്ങനെ 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 പതിക്കുന്ന സംഭവം, സമാന്തരം പാരലായിട്ട് പതിക്കുന്ന പ്രകാശരശ്മികൾ റിഫ്ലക്ഷനു ശേഷം ദർപ്പണത്തിന്റെ മറുഭാഗത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നത് പോലെ, മുഖ്യ അക്ഷത്തിൽ നിന്ന് ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കണം. ഇവിടെ എന്ത് വേർഡാ ഓർത്ത് വെച്ചേക്കേണ്ടത്? സമാന്തരം എന്ന വേർഡ് ഓർത്ത് വെച്ചേക്കണം. അതായത് എല്ലാം കൂടെ ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ആൻസർ എന്ത് പറയണം? കോൺവെക്സ്. അതാണ് അതിന്റെ മുഖ്യ ഫോക്കസ്. അതിന്റെ ഫോക്കസ് എവിടാണ്? ഈ ജസ്റ്റ് ഇമാജിൻ ചെയ്യണം, ഇവിടെ സിയും പിയും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് എപ്പോഴും ഏത് രീതിയിലായിരിക്കും നമുക്ക് വരുന്നത് കാണിച്ചു തരാം. ഇതിനകത്ത് കോൺവെക്സ് ദർപ്പണം ഇങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്. ഈ കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടും കൂടെ ഏത് രീതിയിലായിരിക്കും? ഇങ്ങനെ സമാന്തരമായിട്ട് രശ്മികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നത് പോലെ തോന്നും. ഒറ്റ പോയിന്റിൽ നിന്ന്, ഈ പ്രതിഫലനത്തിന് ശേഷം ഒറ്റ പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് തോന്നും. അതായത് നമ്മളിപ്പം 2-3 ഇമേജസിനെ കണക്ട് ചെയ്ത് വെച്ച് വേണമെങ്കിൽ ഒരു റണ്ണിങ് വീഡിയോ ആക്കാൻ പറ്റത്തില്ലേ നമുക്ക്? അതായത് നമുക്ക് അവിടെ ഒരു ഫീല് തോന്നുവാണ്. അതായത് ആ ഒരു സ്ലൈഡ്സ് ഒക്കെ നമ്മൾക്ക് കയറി വരുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ഫീല് തോന്നുന്നതാണ് എവിടെ? കോൺവെക്സ് ദർപ്പണം. അത് എവിടുന്ന് വരുന്നു എന്നാ പറഞ്ഞത്? ഈ മുഖ്യ അക്ഷത്തിലെ ഏതോ ഒരു ബിന്ദുവിൽ നിന്ന് എല്ലാം കൂടെ ഒരുമിച്ച് റിഫ്ലക്ട് ചെയ്യുന്നു. അതായത് റിഫ്ലക്ഷന് ശേഷം. മനസ്സിലായോ? അതുകൊണ്ടാണ് കോൺവെക്സ് ദർപ്പണം എന്നതിന് പേര് വന്നിരിക്കുന്നത്. സമാന്തരമായി ഒരു ബിന്ദുവിൽ തന്നെ പ്രതിഫലിക്കുന്നു ആഫ്റ്റർ റിഫ്ലക്ഷൻ. അതായത് ഒരു പ്രാവശ്യം വന്നിട്ട് റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്ഷന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ മുഖ്യ ആക്സിസിൽ നിന്ന് ഒറ്റ ബിന്ദുവിൽ നിന്ന് ഇത് ഉത്ഭവിക്കുന്നതായി നമുക്ക് തോന്നുന്നു. അത്രേ ഓർത്ത് വെച്ചാൽ മതി. അവിടെ സമാന്തരമായി വന്ന് പതിക്കുന്ന സംഭവങ്ങൾ കണ്ടോ? ഒരു ബിന്ദുവിൽ നിന്ന് വരുന്ന, ഈ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഒരു ബിന്ദുവിൽ നിന്ന്. ക്ലിയർ? പോലെ പോലെ തോന്നുന്നത് മാത്രമേ ഉള്ളൂ, റിയാലിറ്റി അല്ല. നമ്മുടെ കണ്ണിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ ബിന്ദു, ആ ഏത് ബിന്ദുവിലാണോ അങ്ങനെ നമുക്ക് തോന്നുന്ന ഒരു ഫീല് വരുന്നത്, ആ ബിന്ദുവാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്.
ക്ലിയർ? അടുത്തലേക്ക് പറയുന്നത് ഫോക്കസ് ദൂരം. അപ്പൊ നമ്മൾ മുമ്പ് ഫോക്കൽ ലെങ്ത് ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇത് എഫ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ ശില്പാനീഷ? അപ്പൊ ഒരു ദർപ്പണത്തിന്റെ പോളിൽ നിന്ന് അതിന്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. അപ്പൊ മുഖ്യ ഫോക്കസ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? ഒന്നുകൂടെ പറയാം, മേ ബി ചിലർക്ക് കത്താൻ ഇച്ചിരി പാടായിരിക്കും. അതായത് പ്രിൻസിപ്പൽ ആക്സിസ് നിങ്ങൾക്ക് സിയും പിയും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഇനിയും ഇതെന്തുവാ ആക്ച്വലി? പ്രിൻസിപ്പൽ ആക്സിസ് ആ, മുഖ്യ അക്ഷം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ അക്ഷത്തിനകത്തുള്ള ഒരു പോയിന്റ്, അതാണ് ഫോക്കസ്, മുഖ്യ ഫോക്കസ്. അത് എങ്ങനെയാ? കോൺവെക്സ് ദർപ്പണത്തിനകത്ത് ഒറ്റ ബിന്ദുവിൽ നിന്ന് ഉത്ഭവിക്കുന്നതായി നമുക്ക് തോന്നുന്നു. അത് മേ ബി ഇവിടെ ആവാം, അത് മേ ബി ഇവിടെ ആവാം, അത് അവർ പറയുന്നത് പോലെ. മനസ്സിലായോ? അത് മുഖ്യ ഫോക്കസ്. അതായത് റിഫ്ലക്ഷന് ശേഷം കോൺവെക്സ് ദർപ്പണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സമാന്തരമായിട്ട് പതിക്കുന്ന സംഭവങ്ങൾ റിഫ്ലക്ഷന് ശേഷം ഏതോ ഒരു ബിന്ദുവിൽ നിന്ന് മാത്രം പ്രതിഫലിക്കുന്നതായി തോന്നുന്നു. അതാണ് ഏത്? അതിന്റെ പേര് പഠിക്കണം, മുഖ്യ ഫോക്കസ്. ഇപ്പൊ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുവാണ്. എഫ് എന്നുള്ള വാല്യൂ വെച്ച് ഞാൻ ഇവിടെ അങ്ങ് അടയാളപ്പെടുത്തി. നിങ്ങൾ അത് ഓർത്തിരുന്നോണം കേട്ടോ. അതായത് നമ്മളിവിടെ സെന്റർ ഓഫ് ഇത് ഗ്ലോബിന്റെ സെന്ററും ഇത് നമ്മുടെ അപ്പർച്ചറിന്റെ സെന്ററും നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഇവിടോട്ടാണ് അത് പതിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അതിനെ ഞാനിപ്പോ എഫ് എന്ന് അടയാളപ്പെടുത്തി. അതെന്തുവാ? മുഖ്യ ഫോക്കസ് ആണ്. അതായത് ഇവിടുന്ന് എല്ലാം ഒറ്റ പോയിന്റിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നു. ഈ സംഭവത്തിനെ ഞാൻ എഫ് എന്നങ്ങ് കൊടുത്തു. അത് ഇത്രയും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു ബിന്ദുവിൽ നിന്ന് ഉത്ഭവിക്കുന്നതായി തോന്നുന്ന സംഭവത്തിനെ എഫ് എന്ന് കൊടുത്തു. ആ എഫ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ മനസ്സിൽ വേണം. അതെന്തുവാ? എവിടെ നിന്നുള്ളതാണ്? പറഞ്ഞേ. പോളിൽ നിന്ന് ആ എഫിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ സെന്ററിൽ നിന്നുള്ളതാണോ പോളിൽ നിന്നുള്ളതാണോ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കണം. നമുക്ക് വരുന്നത് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ ചോദിക്കും. ആ ഫോക്കസ് ദൂരം എന്ന് പറയുന്ന കേസിനകത്ത് നമ്മൾ എന്തു പറയണം? ഈ പറഞ്ഞിരിക്കുന്ന സി എന്ന് പറയുന്ന സെന്ററും പി എന്ന് പറയുന്ന പോളും ഉണ്ട്. ഇവിടെ ഞാൻ ആ കോൺവെക്സ് ലെൻസിന്റെ എല്ലാ രേഖകളും കൂടെ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായി തോന്നുന്നു. അതിനെ ഞാൻ എഫ് എങ്കിൽ ആ പോയിന്റും ഈ പോളിന്റെ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ഫോക്കൽ ലെങ്ത്. ഇപ്പൊ മനസ്സിലായി? ഞാൻ കോൺവെക്സ് ദർപ്പണത്തിന്റെ മാത്രമാണ് പറഞ്ഞത്. ഐഡിയ കിട്ടിയോ? അതായത് എന്താണ് ഈ സെന്റർ ഓഫ് കർവച്ചർ, എന്താണ് ഇതിന്റെ പിന്നെ അപ്പർച്ചറിന്റെ സെന്റർ, എന്താണ് ഈ എഫ്, മുഖ്യ ഫോക്കസ്. അപ്പൊ അതായത് മുഖ്യ ഫോക്കസിൽ നിന്ന് എവിടേക്കുള്ള ദൂരമാണ് നിങ്ങൾ പഠിച്ചു വെക്കണം? പോളിലേക്കുള്ള ദൂരം. ആ പോൾ എന്നുള്ളത് മറന്നു പോകരുത്. ഐഡിയ കിട്ടിയോ? അതായത് നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് ഉത്ഭവിക്കുന്നതായി തോന്നുന്ന പോയിന്റ് ആണ് മുഖ്യ ഫോക്കസ് റിഫ്ലക്ഷന് ശേഷം. ആ മുഖ്യ ഫോക്കസിൽ നിന്ന് എങ്ങോട്ടേക്ക് വരയ്ക്കുന്നതാണ് ആക്ച്വലി ഫോക്കൽ ലെങ്ത്? പോളിലേക്ക്. ഈ ആൻസർ വേണം. അതെന്തും ആയിക്കോട്ടെ, കോൺവെക്സ് ആയിക്കോട്ടെ, കോൺകേവ് ആയിക്കോട്ടെ, എന്തും ആയാലും മുഖ്യ ഫോക്കസിൽ നിന്ന് പോളിലേക്ക് വരയ്ക്കുന്ന സംഭവമാണ് അതിന്റെ ഫോക്കൽ ലെങ്ത്. ക്ലിയർ? അല്ലാതെ സെന്ററിലേക്ക് വരയ്ക്കുന്നതല്ല, ഗ്ലോബിന്റെ സെന്ററിലേക്ക് അല്ലെങ്കിൽ സ്ഫിയറിന്റെ സെന്ററിലേക്ക് വരയ്ക്കുന്നതല്ല. പകരം ആരുടെ സെന്ററിലേക്കാണ്? റിഫ്ലക്ഷന്റെ സെന്റർ, അതായത് അപ്പർച്ചറിന്റെ സെന്റർ, ദാറ്റ് ഈസ് പോൾ. പോളിലേക്ക് വരയ്ക്കുന്ന ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. ഐഡിയ കിട്ടിയോ? ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം ഈ സി എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്ലോബിന്റെ സെന്റർ ആണ്. ഗ്ലോബിന്റെ സെന്ററിൽ നിന്ന് എങ്ങോട്ടേക്ക് വരച്ചാലും അതിനെ വക്രത ആരം എന്ന് പറയുന്നുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു തലമുണ്ട്, അതിനെ അപ്പാർച്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പാർച്ചറിന്റെ സെന്റർ ആണ് പോള്. ഇനി റിഫ്ലക്ഷന് ശേഷം ഒരു പോയിന്റിൽ നിന്ന് എല്ലാ രശ്മികളും ഉത്ഭവിക്കുന്നതായിട്ട് തോന്നും. അതിനെയാണ് മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. അത് എവിടെ വേണേലും ആകാം. ആ മുഖ്യ ഫോക്കസിൽ നിന്ന് പോളിലേക്കുള്ള ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിന്റെ വക്രത ആരത്തിന്റെ പകുതിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ R/2 എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് വക്രത ആരം എന്ന് പറഞ്ഞ സംഭവം മനസ്സിലായോ? അതായത് ഈ ഗ്ലോബിന്റെ ഇത്രയും സംഭവത്തിന്റെ പകുതിയായിരിക്കും. ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് വരച്ചു, ഇത് ഒരു വക്രത ആരമല്ലയോ? അപ്പൊ ആ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഈ ആരത്തിന്റെ പകുതി ആയിരിക്കും എന്ന് അവർ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐഡിയ കിട്ടിയോ? അപ്പൊ ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ആ ദർപ്പണത്തിന്റെ വക്രത ആരത്തിന്റെ പകുതി ആയിരിക്കും. ദാറ്റ് ഈസ് F=R/2. പക്ഷെ നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തേ പറയാവൂ? പോളുമായിട്ടുള്ള ഡിസ്റ്റൻസ് പറയണോ അതോ സെന്ററുമായിട്ടുള്ള ഡിസ്റ്റൻസ് പറയണോ? ഫോക്കസ് ദൂരം ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പോളുമായിട്ടുള്ള ഡിസ്റ്റൻസ് മുഖ്യ ഫോക്കസ് മാത്രമേ പറയാവൂ. ഇതിന്റെ പകുതിയാണ് ഇതെങ്കിൽ പോലും. മനസ്സിലായോ? തിയറിറ്റിക്കലി ചോദിക്കുമ്പോൾ ഇപ്പൊ 20 സെന്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയാക്കി വെച്ചാൽ മതി. ഓക്കെ. ബസ്സിലെ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആണ്. ഇതിന്റെ വക്രത ആരം നിർണ്ണയിക്കും. എത്ര വരും? ഓക്കെ. കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ ഏതൊക്കെയാണ്? ഈ ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കോൺകേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് പതിഞ്ഞതായിരിക്കും. അപ്പൊ അത് നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമോ? ലാർജ് ഇമേജസ് ആയിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോൺകേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഇമേജ് ആയിരിക്കും. അതായത് ഒബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ എങ്കിലും അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് വലുതായിരിക്കും. ഇപ്പൊ നമ്മൾ ദന്ത ഡോക്ടർമാരുടെ അടുക്ക പോയി കഴിഞ്ഞാലോ സിനിമ പ്രൊജക്ടറുകളിലായാലും ഡോക്ടർമാരുടെ ഹെഡ് മിററിലാണെങ്കിലും എല്ലാം യൂസ് ചെയ്യുന്നത് കോൺകേവ് ആണ്. കുഞ്ഞു സാധനം വലുതായിട്ട് കാണിക്കും. ഷേവിംഗ് മിറർ, മേക്കപ്പ് മിറർ, ഡോക്ടർമാരുടെ ഹെഡ് മിറർ, സിനിമ പ്രൊജക്ടറുകൾ ഇവയെല്ലാം എന്താണ്? കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങളാണ്. കോൺകേവ് ദർപ്പണം. ഓക്കെ. ഇപ്പൊ കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗമാണ് ഷേവിംഗ് മിറർ, മേക്കപ്പ് മിറർ, ഡോക്ടർമാരുടെ ഹെഡ് മിറർ, സിനിമ പ്രൊജക്ടറുകൾ. തെരുവ് വിളക്ക്. ഇനി കോൺവെക്സ് ആണെങ്കിൽ എന്തുവാ? സ്മോൾ ഇമേജ് ആയിരിക്കും. അതായത് നമ്മുടെ വണ്ടിയുടെ സൈഡ് മിറർ എന്തുവാണ്? കോൺവെക്സ് ആണ്. അതായത് വലിയ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ സ്മോൾ ആയിട്ട് കാണിക്കും. പക്ഷേ നമ്മൾക്ക് ഹെഡ്ലൈറ്റിന് എന്തോ മിറർ ആയിരിക്കും? വണ്ടിയുടെ ഹെഡ്ലൈറ്റ് സമാന്തരമായിട്ട് പ്രതിഫലിപ്പിക്കണം. സോ അത് കോൺകേവ് ആയിരിക്കും. മനസ്സിലായോ? സൈഡ് ചോദിച്ചു കഴിഞ്ഞാൽ കോൺവെക്സും, ഹെഡ്ലൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്തും പറയണം? കേവും പറയണം. ഇനി സോളാർ കുക്കറിൽ ചോദിച്ചാലോ? കോൺകേവ് ആണ്. തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നു കോൺവെക്സ്. തെരുവ് സ്ട്രീറ്റ് ലൈറ്റിനകത്തൊക്കെ റിഫ്ലക്ടർ ആയിട്ട് കോൺവെക്സ് ആണ്. പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നു. സമതല ദർപ്പണങ്ങൾ കൂടുതൽ വീക്ഷണ വിസ്തൃതിയുണ്ട്, വാഹന അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നു. റോഡിലെ കൊടും വളവിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ കോൺവെക്സ് ദർപ്പണങ്ങൾ വളവുകൾക്കപ്പുറത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കുന്നതിനാൽ അപകടങ്ങൾ കുറയ്ക്കാൻ ഉപകരിക്കുന്നു. അപ്പം നമ്മുടെ വലിയ വളവുകളിലൊക്കെ വെച്ചിരിക്കുന്നതും കോൺവെക്സ് ആണ്. എവിടെ പോയി വൈശാഖ്?
കോൺവെക്സ് ആയിരുന്നു. കൊടും വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ കോൺവെക്സ് ദർപ്പണങ്ങൾ വളവുകൾക്ക് അപ്പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കുന്നതിനാൽ അപകടങ്ങൾ കുറയ്ക്കാൻ ഉപകരിക്കുന്നുണ്ട്. വന്നോ? ഓക്കെ. ഇനി കോൺകേവ് ദർപ്പണം സെർച്ച് ലൈറ്റുകളിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതായത് ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്നത് എന്തുവാന്നാ പറഞ്ഞത്? വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിലായാലും ഈ റബ്ബർ വെട്ടുകാർ പോയാലും ഡോക്ടർമാര് ഹെഡ്ലൈറ്റിൽ യൂസ് ചെയ്താലും എല്ലാം കേവ് ആണ്. അതായത് ഭയങ്കരമായിട്ട് അവിടെ ഒറ്റ പോയിന്റിലേക്ക് സമാന്തരമായിട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ആർക്കുണ്ട്? കോൺകേവിനുണ്ട്. അതുകൊണ്ടാണ് അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ലോങ് ടേം ആയിട്ടത് ലോങ് ഡിസ്റ്റൻസിലുള്ള വസ്തുക്കളെ കാണാൻ പറ്റും. കുറെ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റാത്ത ആൾക്കാരെയും സെർച്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് എന്താ? കോൺകേവ്. കോൺകേവ് ദർപ്പണം അല്ല എങ്കിൽ പാരബോളിക് ദർപ്പണങ്ങൾ. അപ്പൊ കോൺകേവിനെ തന്നെ എന്ത് പറയുന്നത് നോട്ട് ചെയ്ത് നോക്കണേ. പാരബോളിക് ദർപ്പണങ്ങൾ. കോൺകേവ് ദർപ്പണത്തിനെ തന്നെയാണ് എന്ത് പറയുന്നത് മിഥുല? പാരാബോളിക് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസിൽ വെച്ചിരിക്കുന്ന പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ പ്രതിപതനത്തിനു ശേഷം സമാന്തരമായി ദീർഘദൂരം സഞ്ചരിക്കുന്നു. വിദൂര വസ്തുക്കളെ കാണാൻ സാധിക്കുന്നതിനാൽ രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും പരിക്കേറ്റവരെ എളുപ്പത്തിൽ കണ്ടെത്താൻ ഇത്തരം സെർച്ച് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുത്തെ പോയിന്റ് എന്തുവാണ്? മുഖ്യ ഫോക്കസിൽ വെച്ചിരിക്കുന്ന പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശ കിരണങ്ങൾ പ്രതിപതനത്തിനു ശേഷം സമാന്തരമായി ദീർഘദൂരം സഞ്ചരിക്കുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. മറ്റേതെന്തോ സമാന്തരമായി വരുന്ന കാര്യങ്ങളെല്ലാം ഒരു പോയിന്റിൽ നിന്ന് ഉത്ഭവിക്കുന്നതായി തോന്നുന്നു എന്ന് പറഞ്ഞില്ലേ, കോൺവെക്സ്. അതിന് ഓപ്പോസിറ്റ്. ഇതിന് ശേഷം എന്തുവാ? റിഫ്ലക്ഷന് ശേഷം. ഇത് റിഫ്ലക്ഷന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ഒന്നുകൂടെ പറയട്ടെ. അതായത് നമ്മള് ഇവിടെ പറഞ്ഞ സംഭവം എന്തുവാ? സമാന്തരമായി എവിടെ പതിക്കുന്നു? പ്രതിപതനത്തിന് മുൻപായത് സമാന്തരം. എവിടെ? കോൺവെക്സില്. കോൺകേവിലോ? കോൺകേവിൽ എവിടെ സംഭവിക്കുന്നു? തിരിച്ചാ. അതായത് ഞാൻ ഇങ്ങനെ വരച്ചു കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മുടെ മുഖ്യ ഫോക്കസ് ഉണ്ട്. ഇവിടെ റിഫ്ലക്ഷനും ഉണ്ട്, കോൺകേവ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്. കോൺവെക്സില് റിഫ്ലക്ഷന് മുൻപാണോ സമാന്തരമായി പോകുന്നത്? റിഫ്ലക്ഷന് മുൻപ് സമാന്തരം. കോൺകേവിൽ അതായത് സെർച്ച് ലൈറ്റിൽ ഉപയോഗിക്കാൻ കാരണം എന്ന് പറയുന്നത് റിഫ്ലക്ഷന് ശേഷം, അതായത് ആ തിരിച്ചടിക്കുന്നതാണ്. മനസ്സിലായോ? അതാണ് കോൺകേവ് സെർച്ച് ലൈറ്റിൽ യൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞത്. ഡിഫറൻസ് മനസ്സിലായോ? ഇതുപോലെയാണ് സംപ്രജന ലെൻസ് അഥവാ കോൺവെക്സ് ലെൻസ്. നമ്മൾക്ക് ലെൻസിന്റെ പഠിക്കുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരും. മനസ്സിലായോ? ഏറ്റവും നല്ല ദർപ്പണം കോൺകേവ് ദർപ്പണമാണ്, കുറച്ചുകൂടെ ബെസ്റ്റ്. അതുപോലെ തന്നെ ലെൻസ് പറയുമ്പോൾ കോൺവെക്സ് ലെൻസ് ആണ് നല്ലത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദർപ്പണം ചോദിക്കുമ്പോൾ ബെറ്റർ ഫംഗ്ഷൻ കോൺകേവ് ദർപ്പണം, മിറർ. സെയിം പ്രൊസീജിയർ തന്നെ എവിടെ വരും? കോൺവെക്സ് ലെൻസിൽ വരും. കോൺകേവ് മിററും കോൺവെക്സ് ലെൻസുമാണ് ബെറ്റർ. ഇത് ഏകദേശം സിമിലർ പ്രോപ്പർട്ടീസ് വരും. അപ്പൊ ഇവിടെ നമ്മൾ ഈ റിഫ്ലക്ഷന് മുൻപാണെങ്കിൽ എന്ത് പറഞ്ഞോണം? കോൺവെക്സ്. റിഫ്ലക്ഷന് ശേഷം സമാന്തരം. അപ്പൊ സമാന്തരം റിഫ്ലക്ഷന് മുൻപാണെങ്കിൽ കോൺവെക്സും റിഫ്ലക്ഷന് ശേഷം സമാന്തരമാണെങ്കിൽ എന്തും പറയണം? എന്തും പറയണം?
കോൺകേവും പറയണം. ഐഡിയ കിട്ടി? എന്തുകൊണ്ടാണ് സെർച്ച് ലൈറ്റിൽ യൂസ് ചെയ്യുന്നത് എന്നിട്ടുള്ള കാര്യം മനസ്സിലായി. എന്തുകൊണ്ടാണ് ഇത് രണ്ടും എന്ത് തന്നെയാണ് മുഖ്യ ഫോക്കസ്. ആ ഒരു പോയിന്റ് രണ്ടിൻ്റെതായാലും ഏതിന്റെ ആയാലും ക്ലിയർ. ആ സമാന്തരം എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പൊ അറിയാമെന്ന് തോന്നും, പിന്നെ അങ്ങ് സംശയം തോന്നും. ഇനി തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിന്റെ തിരശ്ചീന പരിധി പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? 1:4 എന്നിട്ടുള്ള രീതിയായിരിക്കും. തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിന്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം 1:4. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്? 14 ഭൗമ ദിനങ്ങളാണ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് 14 ഭൗമ ദിനങ്ങളുമായി ബന്ധപ്പെട്ട്. അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്ത ടോപ്പിക്ക് പഠിപ്പിക്കട്ടെ അതോ ഇത്രയും മതിയോ? എന്താണ് നിങ്ങളുടെ അവസ്ഥ? അടുത്ത ടോപ്പിക്ക് വിവരാവകാശമാണ്. അത് റെഡി? എല്ലാം കൂടെ കയറുമോ? നല്ല ടൈറ്റ് കണ്ടന്റാ. അപ്പൊ ഇന്നത്തെ ഫോക്കസ് ഏരിയയുടെ ടൈറ്റിൽ ഹെഡിങ് എഴുതി വെച്ചോണേ. ദർപ്പണങ്ങളും മുഖ്യ ഫോക്കസ്. ദർപ്പണങ്ങൾ എന്ന് കൊടുത്താൽ മതി. പിന്നെ വക്രതാ ദൂരം അതെല്ലാം ഹൈഫൺ ഇട്ടും കൊടുത്താച്ചാൽ മതി കേട്ടോ. വക്രതാ ദൂരം, ഫോക്കസ് ദൂരം ഉള്ള കാര്യങ്ങളും ഇതിന്റെ ഉപയോഗങ്ങളും ദർപ്പണം എന്ന് എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നോക്കിക്കേ. 36-23 ചോദിച്ച ചോദ്യമാണ്. നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല. കേൾക്കുന്നുണ്ടോ? പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഏതാണ് ആൻസർ വരുന്നത്? എനി ഐഡിയ? എല്ലാവർക്കും ഡി. ഒരാൾ ഡി പറഞ്ഞാൽ പിന്നെ എല്ലാവരും ഡി പറയട്ടെ. ഇപ്പൊ നോക്കാം. കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ ഇതിന് ആക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം 8-ാമത്തിനകത്ത് പറയുന്നുണ്ട് എന്ത് തന്നെ അടങ്ങിയിരുന്നാലും യാതൊരു പൗരനും ഏതൊക്കെ ഒഴിവാക്കുന്നത്, അതായത് വിവരം വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കുന്ന സെഷൻ ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻസർ എത്ര പറയേണ്ടത്? ഒരെണ്ണം 8. ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാജ്യത്തിന്റെ സുരക്ഷിതത്തെയും തന്ത്രപ്രധാനത്തെയും ശാസ്ത്രീയവും സാമ്പത്തികവുമായ താല്പര്യങ്ങളെയും വിദേശ രാജ്യവുമായുള്ള ബന്ധങ്ങളെയും ഹാനികരമായി ബാധിക്കുന്നതും അല്ലെങ്കിൽ ഒരു കൃത്യകൃത്യത്തിന് പ്രേരണ നൽകുന്നതുമായിട്ടുള്ള വിവരത്തിന്റെ വെളിപ്പെടുത്തലുകൾ വിവരം വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. 8-ന്റെ A-യിൽ പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെയും തന്ത്രപ്രാധാന്യത്തെയും ശാസ്ത്രീയവും സാമ്പത്തികവുമായ താല്പര്യങ്ങളെയും വിദേശ രാജ്യവുമായുള്ള ബന്ധത്തെയും ഹാനികരമായി ബാധിക്കുന്നതും അല്ലെങ്കിൽ ഒരു കൃത്യത്തിന് പ്രേരണ നൽകുന്നതുമായ വിവരത്തിന്റെ വെളിപ്പെടുത്തലും ഇവിടെ വരുന്നുണ്ട്. 8-ൽ പറയുന്നുണ്ട്. ഇനി അതിന്റെ 2-ാമത്തെ സെഷനാണ്. 8-ലെ തന്നെ 2-ാമത്തെ. ഏതെങ്കിലും നിയമ കോടതിയിലോ ട്രിബ്യൂണലിലോ അതിന്റെ പ്രസിദ്ധീകരണം പ്രത്യക്ഷമായി നിരോധിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അതിന്റെ വെളിപ്പെടുത്തൽ കോടതി അലക്ഷ്യമായി തീരുന്നതോ ആയ വിവരത്തിന്റെ വെളിപ്പെടുത്തലും പറ്റത്തില്ല. അതായത് നമ്മളിപ്പോ ആൾക്കാർ പറയത്തില്ലേ കോടതിയിൽ ഇരിക്കുന്ന വിവരമായതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല.
എന്ന് ചില മീഡിയക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് ഏതാ? 8ന്റെ ബിയിലാണ് പറയുന്നത്. ഇനി പാർലമെന്റ് ആയിക്കോട്ടെ സംസ്ഥാന നിയമസഭയുടെയോ വിശേഷ അവകാശത്തിന്റെ ഒരു ലംഘനമായി തീർന്നേക്കാവുന്ന വിവരങ്ങളുടെ വെളിപ്പെടുത്തൽ. പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെയോ വിശേഷ അവകാശം, എന്തെങ്കിലും ഒരു പ്രത്യേക അവകാശത്തിന്റെ ലംഘനമായി തീർന്നേക്കാവുന്ന വിവരങ്ങളും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശത്തിന്റെ ലംഘനമായി തീർന്നേക്കാവുന്ന വിവരത്തിന്റെ വെളിപ്പെടുത്തൽ വേണ്ട. അടുത്തത്, തക്കതായ അധികാരത്തിന് പൊതുജനത്തിന്റെ ഭൂരിപക്ഷ താല്പര്യം അത്തരം വിവരത്തിന്റെ വെളിപ്പെടുത്തൽ ആവശ്യപ്പെടുന്നെന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ അല്ലാതെ മൂന്നാം കക്ഷിയുടെ മത്സരാവസ്ഥയ്ക്ക് ദോഷം ചെയ്യുമെന്ന വാണിജ്യ രഹസ്യത്തിന്റെയും വ്യാപാര രഹസ്യത്തിന്റെയും ഭൗതിക സ്വത്തുക്കൾ ഉൾപ്പെടെയുള്ള വിവരത്തിന്റെയും വെളിപ്പെടുത്തൽ വേണ്ട. അതായത് ഭൂരിപക്ഷത്തിനും ആ ഒരു കാര്യം അറിയേണ്ട കാര്യമില്ല. പിന്നെ മൂന്നാമതൊരു വ്യക്തിയുടെ, തേർഡ് പാർട്ടിയുടെ ദോഷം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു വ്യാപാര രഹസ്യമാണ്, അല്ലെങ്കിൽ ഭൗതിക സംബന്ധമായിട്ടുള്ള കാര്യമാണ്, അതെല്ലാം വേണ്ട എന്നാണ് പറയുന്നത്. അതായത് പൊതുജന താല്പര്യാർത്ഥം അല്ലാതെ മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട ആ വ്യക്തിക്ക് വാണിജ്യമായിക്കോട്ടെ വ്യാപാരമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പുറത്തുവിടാൻ പാടുള്ളതല്ല. അതായത് ഇപ്പൊ നമ്മളിപ്പോ പറയത്തില്ലേ, പൊതുജന താല്പര്യാർത്ഥം ഒരു കാര്യം അറിയണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതായത് പൊതുജന താല്പര്യാർത്ഥമാണ് എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ തേർഡ് പാർട്ടി റിലേറ്റ് ചെയ്ത് അവരുടെ കോമ്പറ്റീഷന് ദോഷം ചെയ്യുന്ന വാണിജ്യമായിട്ടുള്ളതോ വ്യാപാരമായിട്ടുള്ളതോ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ല. ആര് നിർബന്ധം പിടിക്കുവാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ? പൊതുജനത്തിന് വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വേറൊരു വ്യക്തിയുടെ വിവരം ചോർത്തി കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? തക്കതായ അധികാര സ്ഥാനത്തിന് പൊതുജനത്തിന്റെ ഭൂരിപക്ഷ താല്പര്യം അത്തരം വിവരത്തിന്റെ വെളിപ്പെടുത്തൽ ആവശ്യപ്പെടുന്നുവെന്ന് ബോധ്യപ്പെടുന്നു അല്ലാതെ. അടുത്തത്, തക്കതായ അധികാര സ്ഥാനത്തിന് പൊതുജനത്തിന്റെ ഭൂരിപക്ഷ താല്പര്യം അത്തരം വിവരത്തിന്റെ വെളിപ്പെടുത്തൽ ആവശ്യപ്പെടുന്നുവെന്ന് ബോധ്യപ്പെടുമ്പോൾ അല്ലാതെ വിശ്വാസാധിഷ്ഠിത ബന്ധത്തിന്മേൽ ഒരു വ്യക്തിക്ക് ലഭ്യമായ വിവരവും കൊടുക്കാൻ പാടില്ല. എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. തക്കതായ അധികാര സ്ഥാനത്തിന് പൊതുജനത്തിന്റെ ഭൂരിപക്ഷ താല്പര്യം അത്തരം വിവരത്തിന്റെ വെളിപ്പെടുത്തൽ ആവശ്യപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ അല്ലാതെ വിശ്വാസ അധിഷ്ഠിത ബന്ധത്തിന്മേൽ ഒരു വ്യക്തിക്കും ലഭ്യമായ വിവരവും കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? ഒരു വ്യക്തിക്കും ആ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. വിശ്വാസ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിവരാവകാശവും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പാടില്ല. അല്ലാതെ എന്ന്, അത് വീണ്ടും ഒന്നാമത്തെ കാര്യം തന്നെ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം പറയേണ്ടതായിട്ടുണ്ടോ? ഇല്ല. നിയമം നടപ്പിലാക്കുന്നതിനോ സുരക്ഷിത ആവശ്യങ്ങൾക്ക് രഹസ്യമായി സഹായം നൽകിയിട്ടുള്ളതോ വിവരത്തിന്റെ ഉത്ഭവം തിരിച്ചറിയുന്നതിനും ഏതെങ്കിലും വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷിതനോ അപകടമായി തീരാവുന്ന വിവരത്തിന്റെ വെളിപ്പെടുത്തലും കൊടുക്കേണ്ടതായിട്ടില്ല. മനസ്സിലായോ? അതായത് സുരക്ഷിത ആവശ്യങ്ങൾക്ക് രഹസ്യമായി, ചില ആൾക്കാരൊക്കെ പറയത്തില്ലയോ പേര് വെളിപ്പെടുത്താതെ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ചില ആൾക്കാർ വിവരാവകാശമൊക്കെ വെച്ച് ചോദിക്കും, ഇതൊക്കെ പറയാമോ? അപ്പൊ ആ വ്യക്തിയുടെ ചിലപ്പം നമ്മുടെ അപ്പുറത്തുള്ള വ്യക്തിയായിരിക്കും നമ്മളെ മേ ബി ഒറ്റി കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും നമ്മുടെ ജീവൻ അപകടമല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസസിനകത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ഒറ്റി കൊടുക്കാൻ പാടില്ല. അത് വിവരാവകാശ നിയമത്തിനെതിരാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യം? യെസ് ഓർ നോ ആ രീതിയിലേക്ക് വിളിച്ചാൽ. അന്വേഷണത്തിന്റെയോ കുറ്റവാളികളുടെ അറസ്റ്റിന്റെയോ പ്രോസിക്യൂഷന്റെയോ നടപടിക്രമത്തിനെ തടസ്സപ്പെടുത്തുമെന്നുള്ള വിവരം, പ്രോസിക്യൂഷനോ അറസ്റ്റോ നടപടിക്രമത്തെ അങ്ങനെയൊക്കെയുള്ള വിവരങ്ങളൊന്നും ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. മന്ത്രിസഭയുടെ സെക്രട്ടറിമാരുടെയും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ ചർച്ചകൾ ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് രേഖകൾ. എന്നാൽ മന്ത്രിസഭയുടെ തീരുമാനങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീരുമാനം എടുക്കാൻ കാര്യപൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്. പക്ഷേ എന്താണ്, ക്യാബിനറ്റ് രേഖകളും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന് ശേഷം എടുത്ത തീരുമാനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? നിയമസഭയിൽ എടുത്ത ചർച്ച, ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്നു, അതിനനുസരിച്ചുള്ള റിപ്ലൈ മന്ത്രി കൊടുത്തിരിക്കുന്നു. അതൊക്കെ നമുക്ക് എവിടെ കിട്ടും? ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ കിട്ടും. എന്ന് പറഞ്ഞത് അതും വിവരാവകാശത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ഒരു കാരണവശാലും സെക്രട്ടറിമാരുടെയും
ചർച്ചകൾ രേഖ ഉൾപ്പെടെ ക്യാബിനറ്റ് രേഖകളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ മന്ത്രിസഭയുടെ തീരുമാനം എന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുത്തത്, അതിന് എന്ത് കാരണമാണ്, അതിന് കാരണമായിട്ടുള്ള വസ്തുതകൾ എന്താണ്, അതൊക്കെ എല്ലാ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്. എന്ന് മാത്രമല്ല ഈ വകുപ്പിൽ നിർദ്ദേശിച്ചുള്ള ഒഴിവാക്കലുകളിൽ കീഴിൽ വരുന്ന അത്തരം വിഷയങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ലാത്തതുമാണ്. അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കൽ പറഞ്ഞിട്ടുണ്ട്, അതിലൊന്നും കൊടുക്കാൻ പാടില്ല. വിവരം വ്യക്തിഗത വിവരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും അതിന്റെ വെളിപ്പെടുത്തൽ പൊതു താല്പര്യവുമായോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനവുമായോ യാതൊരു ബന്ധമില്ലാത്തിടത്തും വ്യക്തിയുടെ സ്വകാര്യത അനാവശ്യമായി ബാധിക്കുമെന്നുള്ളപ്പോഴും കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അപ്പീൽ അധികാര സ്ഥാനത്തിനോ അത്തരത്തിലുള്ള വിവരത്തിന്റെ വെളിപ്പെടുത്തലിനെ ഭൂരിപക്ഷ പൊതുജന താല്പര്യാർത്ഥം ന്യായീകരിക്കുന്നു ബോധ്യപ്പെടുന്നെങ്കിൽ അല്ലാതെയും നൽകുന്നതിന് ബാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. അതായത് എന്ത് കാര്യങ്ങൾ എന്ത് പ്രശ്നം വന്നെന്ന് പറഞ്ഞാലും എന്താണ്, ഭൂരിപക്ഷ പൊതുജന താല്പര്യത്തിനല്ലാതെ ഒരു വ്യക്തിഗത വിവരങ്ങൾ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? മുമ്പേ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു, ഒന്നുകൂടെ ഞാൻ വായിക്കാം. വിവരം വ്യക്തിഗത വിവരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും അതിന്റെ വെളിപ്പെടുത്തൽ പൊതു താല്പര്യവുമായോ പൊതു പ്രവർത്തനവുമായോ യാതൊരു ബന്ധമില്ലാത്തടത്തും അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വകാര്യത അനാവശ്യമായി ബാധിക്കുമെന്നുള്ളപ്പോഴും കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അപ്പീൽ അധികാരത്തിനോ അതത് സംഗതി പോലെ അത്തരത്തിലുള്ള വിവരത്തിന്റെ വെളിപ്പെടുത്തലിനെ ഭൂരിപക്ഷ ജനതാല്പര്യാർത്ഥം ന്യായീകരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ അല്ലാതെ നൽകുന്നതിന് ബാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. ഒരു വിവരമായിക്കോട്ടെ വ്യക്തിഗത വിവരമായിക്കോട്ടെ, അതായത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുന്ന സംഭവങ്ങൾ ഭൂരിപക്ഷ പൊതുജന താല്പര്യം ന്യായീകരിക്കുമെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. മുമ്പേ പറഞ്ഞിരിക്കുന്ന പോയിന്റ് അഗെയിൻ റിപ്പീറ്റ് ചെയ്തങ്ങ് പറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ പാർലമെന്റിനോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയ്ക്കോ നിഷേധിക്കാവുന്നതല്ലാത്ത വിവരം ഏതെങ്കിലും വ്യക്തിക്ക് നിഷേധിക്കുവാൻ പാടുള്ളതല്ല. മനസ്സിലായോ? പാർലമെന്റിനോ ഒരു സംസ്ഥാന നിയമസഭയ്ക്കോ നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് നിഷേധിക്കുവാൻ പാടുള്ളതല്ല. ഔദ്യോഗിക രഹസ്യങ്ങൾ ആക്ട് 23 ഉപവകുപ്പ് പ്രകാരം അനുവദനീയമായ ഏതെങ്കിലും ഒഴിവാക്കലുകളിലും എന്തുതന്നെ ആയാലും സംരക്ഷിത താല്പര്യങ്ങൾക്കുള്ള ദോഷത്തെക്കാൾ ഉപരിയാണ് വെളിപ്പെടുത്തലിനുള്ള പൊതു താല്പര്യമെങ്കിൽ ഒരു പൊതു അധികാര സ്ഥാനത്തിന് വിവരത്തിന് പ്രാപ്യതയ്ക്ക് അനുവദിക്കാവുന്നതാണ്. 23 പ്രകാരം അനുവദനീയമായ ഏതെങ്കിലും ഒഴിവാക്കലുകളിലും എന്തുതന്നെ ആയാലും സംരക്ഷിത താല്പര്യങ്ങൾക്കുള്ള ദോഷത്തെക്കാൾ ഉപരിയാണ് വെളിപ്പെടുത്തലിനുള്ള പൊതു താല്പര്യമെങ്കിൽ പൊതു അധികാര സ്ഥാനത്തിന് വിവരത്തിന്റെ പ്രാപ്യതയ്ക്ക് അനുവദിക്കാവുന്നതാണ്. പബ്ലിക് കൺസേൺ ഉള്ള താല്പര്യങ്ങൾ വെളിപ്പെടുത്താം. ഏത് ആക്ട് പ്രകാരം? 1923 പ്രകാരം. 1-ാം വകുപ്പിലെയും ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാ. കണ്ടോ, 20 വർഷം മുമ്പ് നടന്നതോ സംഭവിച്ചതോ ആയ ഏതെങ്കിലും വിവരത്തെ സംബന്ധിച്ചുള്ള വിവരം ആ വകുപ്പിന് കീഴിൽ ഒരു അപേക്ഷ നൽകുന്ന ഏതൊരാൾക്കും നൽകേണ്ടതാണ്. 1-ാം ഉപവകുപ്പിലെ കായും ഗായും ചായും ഖണ്ഡങ്ങളിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഏതെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിവരവും നടന്നിട്ടുള്ള ഏതെങ്കിലും കാര്യവും അല്ലെങ്കിൽ സംഭവവും അല്ലെങ്കിൽ 6-ാം വകുപ്പിന് അപേക്ഷ നൽകുന്ന തീയതിക്ക് 20 വർഷം മുൻപ് നടന്നതോ സംഭവിച്ചതോ ആയ, അപേക്ഷ നൽകുന്ന തീയതിക്ക് എത്ര വർഷം മുമ്പ് ഉള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ? 20 വർഷം മുമ്പുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് ഇന്നാളെ പരീക്ഷയ്ക്ക് വന്നാൽ എത്ര വർഷം മുമ്പുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും? 20 വർഷം മുമ്പുള്ള കാര്യങ്ങൾ കിട്ടും. എട്ടാമത്തെ മാത്രം ഇപ്പൊ ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ 9 ഉണ്ട്. 8-ാമത്തെ നന്നായിട്ടൊന്ന് വായിച്ചു വെക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇതൊന്നുകൂടെ പറയാം. 8-ാമത്തേത് മാത്രം. ഇത് 9ഉം പഠിക്കണം. കാര്യം ഇത്രയും ഡീപ്പ് ലെവലിലേക്കാണ് സ്പെഷ്യൽ ലോസ് ഒക്കെ വരുന്നത്. നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ടോ?
നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും കൊടുക്കേണ്ടതാണോ? ആ, ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല. തെറ്റാ. ഇനി അടുത്തത് പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ. ഇപ്പൊ ആ സെന്റൻസ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് മനസ്സിലായോ ഇപ്പൊ? അപ്പൊ ഇതെല്ലാം എവിടെ പറഞ്ഞിട്ടുണ്ട്? ഏത് സെഷനിൽ പറഞ്ഞിട്ടുണ്ട്? 8ാമത്തെ സെഷനിലെ പല പിരിവുകളിലായി പറഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് ഇന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, വിവരം വെളിപ്പെടുത്തൽ നിന്നും ഒഴിവാക്കൽ. ഈ ആക്ടിൽ എന്ത് തന്നെ ആയാലും യാതൊരു പൗരനും, ഇത് 1ാമത്തെ പോയിന്റിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഭാരതവുമായി ബന്ധപ്പെട്ട്. 2ാമത്തെ പോയിന്റ് എന്താ? കോടതി ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയരുത്. വിശേഷ അധികാരത്തിൻ്റെത് വിശേഷ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പറ്റത്തില്ല. ഇനി അത് ഭൂരിപക്ഷ താല്പര്യം, ഇതും ഭൂരിപക്ഷ താല്പര്യം വിദേശ സർക്കാരിൽ നിന്നുള്ളത്. പിന്നെന്താണ്? രഹസ്യമായി നൽകിയിരിക്കുന്ന വിവരങ്ങൾ, അറസ്റ്റ്, പ്രോസിക്യൂഷൻ, അതിനെ പറ്റിയിട്ട് കൊടുക്കരുത്. സെക്രട്ടറിമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കരുത്, പക്ഷേ പൂർത്തിയായതിനു ശേഷം പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഒഴിവാക്കലൊക്കെ ആണെങ്കിൽ കൊടുക്കാൻ പാടില്ല ഒരു കാരണവശാലും. പ്രത്യേകം അല്ലെങ്കിൽ പ്രത്യേകം എന്നെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കരുത്. ഇവിടെയും എന്ത് പറയുന്നുണ്ട്? പൊതു താല്പര്യാർത്ഥം അല്ലാത്തത്, ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ അതിനും പറ്റത്തുള്ളൂ. നിഷേധിക്കാവുന്നതല്ലാത്ത, അതായത് സംസ്ഥാന നിയമസഭയ്ക്കോ പാർലമെന്റിനോ നിഷേധിക്കാവുന്നതല്ലാത്ത വിവരം ആർക്ക് വേണേലും കൊടുക്കാം. ഇനിയും ഇവിടെയും ഇത് എഗെയിൻ പൊതു താല്പര്യാർത്ഥം വീണ്ടും അവർ പറഞ്ഞിരിക്കുവാണ്, ഏതൊരാൾക്കും നൽകാവുന്നതാണ്. 8ാം വകുപ്പിന് കീഴിൽ 6ാം വകുപ്പിന് അപേക്ഷ നൽകുന്ന തീയതിക്ക് എത്ര വർഷം മുമ്പ്? 20 വർഷം മുമ്പുള്ള കാര്യങ്ങൾ. എത്ര വർഷം മുമ്പ്? 20 വർഷം മുമ്പ്. അതെല്ലാം എവിടാ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മേൽപ്പറഞ്ഞ 20 വർഷക്കാലം കണക്കാക്കേണ്ടത് ഈ കാര്യം. അത്രയുള്ളത് നിങ്ങളൊന്ന് ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെച്ചിരിക്കണം, എന്നാലേ കാര്യമുള്ളൂ. വലിച്ചു വാരി വെച്ച് കഴിയില്ല, എന്നാലും വായിക്കണം. ഒരു നമ്മൾ എല്ലാം അങ്ങ് കാണാതെ പഠിക്കാൻ പറ്റില്ല. അറിവുണ്ടെങ്കിൽ മാത്രമേ സ്പെഷ്യൽ ലോസിനകത്ത് നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇത്രയും ഒന്ന് വായിച്ച് മനസ്സിരുത്തി വായിക്കണം. പ്രത്യേകിച്ച് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നുമില്ല. പൊതുജന താല്പര്യാർത്ഥം ഉണ്ട് എങ്കിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്നാണ് ഇതിന്റെ ഒരു ഓവറോൾ ചുരുക്കം. 20 വർഷം മുമ്പുള്ള കാര്യങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിയമസഭയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നതൊന്നും കൊടുക്കരുത്, പക്ഷെ അവരുടെ ചർച്ചകൾക്ക് ശേഷമുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. പിന്നെ വിദേശ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കരുത്, അഖണ്ഡതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നും കൊടുക്കരുത്. ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ 8 കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇനി അടുത്ത ദിവസം 9 പഠിപ്പിക്കാം. ഇതുപോലെ സമയം എടുത്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ ശരി, കുഴപ്പമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ കുടിച്ചോളൂ. ബൈ, താങ്ക് യു. Love you all.